മൈലാഞ്ചി മൊഞ്ച് റൗണ്ടിലേക്കുള്ള പെർഫോമൻസുമായി എത്തുന്നു പർവീൻ ഫാത്തിമ. ഇനി ഞാൻ പറയില്ല പർവീനെ, എന്ത് ഭംഗിയാ കാണാനായിട്ട്. മൈലാഞ്ചി മൊഞ്ച് റൗണ്ടിൽ എല്ലാവരും നല്ല സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ റൗണ്ടിന് വേണ്ടിയിട്ട് എടുത്തതാണോ? അതെ അതെ, സെലക്ഷൻ ഒട്ടും മോശമായില്ല. പർവീൺ ഇങ്ങനെ ഒത്തിരി മിണ്ടാതെ നിൽക്കുന്നെങ്കിലും പെർഫോമൻസ് തുടങ്ങുമ്പോഴത്തേക്കും പർവീൺ വേറൊരാളായിട്ട് മാറും. അവിടെ കണ്ടസ്റ്റൻസ് ഒക്കെ വിറച്ചോണ്ടായിരിക്കുന്നത്, അറിയോ? പർവീൺ സ്റ്റേജിലോട്ട് വരുമ്പോൾ. ഓക്കെ, പർവീൺ മൈലാഞ്ചി മൊഞ്ച് റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? റംലാത്ത പാടിയ മധുനുകരുന്ന മനോഹരരാവെന്ന് പറയും. അപ്പൊ നമുക്ക് ആ പെർഫോമൻസിലേക്ക് പോവാം. പർവീൻ, ഓൾ ദി ബെസ്റ്റ്. മധുനുകരുന്ന മനോഹരരാവ്, മനം കവരുന്ന നിലാവൊളിരാവ്, മതിമറന്ന മലർ മാറിലണച്ച് പുണർന്നൊരു രാവ്, മയങ്ങിയുറങ്ങണ രാവ്. മധുനുകരുന്ന മനോഹരരാവ്, മനം കവരുന്ന നിലാവൊളിരാവ്, മതിമറന്ന മലർ മാറിലണച്ച് പുറന്നൊരു രാവ്, മയങ്ങിയുറങ്ങണ രാവ്. നിറനിലവൊഴുകുന്ന പൗർണമി രാവ്, മഹിളകൾ സരിഗമ പാടണ രാവ്, മണിയറ നറുമണം വീശണ രാവ്, മണിമഞ്ചം അലങ്കരിച്ചൊരുങ്ങണ രാവ്, മണിത്തീരിൽ പുതുമരനണയുന്ന രാവ്, മഞ്ജുള രാവ്, മദന മഹോത്സവ രാവ്. മധുനുകരുന്ന മനോഹര രാവ്, മനം കവരുന്ന നിലാവൊളിരാവ്, മതിമറന്ന മലർ മാറിലണച്ച് പുണർന്നൊരു രാവ്, മയങ്ങിയുറങ്ങണ രാവ്. അനുഭൂതി അലയടിച്ചരങ്ങേറും രാവ്, അരയെണ്ണ പിട പോലെ കുണുങ്ങിയ രാവ്, ഹരം പിടിച്ചിരുവരും കുഴങ്ങിയ രാവ്, അതിരത്തിൽ ശരമേറ്റിട്ടുരയണ രാവ്, അലങ്കാര വിരിമാറിൽ അമരുന്ന രാവ്, അവളുടെ രാവ്, അനർഘ സുന്ദര രാവ്. മധുനുകരുന്ന മനോഹര രാവ്, മനം കവരുന്ന നിലാവൊളിരാവ്, മതിമറന്ന മലർ മാറിലണച്ച് പുണർന്നൊരു രാവ്, മയങ്ങിയുറങ്ങണ രാവ്. മല്ലികപ്പൂ മൊഞ്ചത്തിയാൽ പുഞ്ചിരിച്ച രാവ്, മയങ്ങി കുണുങ്ങി നിന്ന് മധുരിച്ച രാവ്, മലരമ്പ് കുളിരണിഞ്ഞ നല്ല രാവ്, മണവാളൻ അരങ്ങേറി ഒരുങ്ങിയ രാവ്, മണവാട്ടി ഒളിയമ്പാൽ കുണുങ്ങിയ രാവ്, മധുവിധുരാവ്, മധുര മനോഹര രാവ്. മധുനുകരുന്ന മനോഹര രാവ്, മനം കവരുന്ന നിലാവൊളിരാവ്, മതിമറന്ന മലർ മാറിലണച്ച് പുണർന്നൊരു രാവ്, മയങ്ങിയുറങ്ങണ രാവ്. മധുനുകരുന്ന മനോഹര രാവ്, മനം കവരുന്ന നിലാവൊളിരാവ്, മതിമറന്ന മലർ മാറിലണച്ച് പുണർന്നൊരു രാവ്, മയങ്ങിയുറങ്ങണ രാവ്. പർവീൻ, ഞാൻ എന്താ പർവീൻ്റെ പാട്ടിനെ പറ്റിയിട്ട് പറയാം? ആക്ച്വലി എനിക്ക് പറയാനായിട്ട് അറിയില്ല കേട്ടോ, അത്രയും. പക്ഷേ വേറൊരു കാര്യം എനിക്കറിയാം. ഈ പാട്ട് പർവീൻ പാടിയത് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനും കൂടിയായിട്ടാണ്. അതെ. ആർക്ക് വേണ്ടിയാ?
എൻ്റെ മാമ മാരീഡ് ആവാണ്. ആഹാ. മാമക്ക് വേണ്ടി ഞാൻ ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പൊ അന്ന് ഈ പാട്ട് പാടുവോ? അന്ന് പാടുന്നുണ്ട്. പെർവീൻ്റെ പെർഫോമൻസ് അന്നും ഉണ്ട്. ഓക്കെ, ഇന്നത്തെ പെർവീൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സിബില ചേച്ചി. പെർവീൻ സൂപ്പർ സിംഗിങ്. താങ്ക് യു. അല്ലാതെ എന്താ പറയുക അല്ലേ, എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. കാരണം ഞാൻ ഇത്രയും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ചാൽ മോളെ പാട്ട് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ നിന്ന് ഇങ്ങനെ പാടുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മോളിപ്പോൾ വളരെ മനോഹരമായിട്ട് പാടി. മാത്രമല്ല റംലത്തയുടെ ഈ ഒരു പാട്ടുണ്ടല്ലോ, ഒരു പ്ലാന് പോലും വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരൊറ്റ പ്ലാന് പോലും വിട്ട് കളഞ്ഞിട്ടില്ല. ഞാൻ അതായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം റംലത്തയുടെ ഒരു പ്ലാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ ഒരു ഭയങ്കരമാണത്. ആർക്കും കിട്ടാത്തൊരു ഗിഫ്റ്റാണ് അവർക്ക്. അപ്പോൾ അത് ഒന്നും വിട്ട് കളയാതെ മോളത് പാടി കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശബ്നത. എന്താ ഞാൻ പറയണ്ടേ, പർവീന് റംലത്തയുടെ പാട്ട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടല്ലേ പാടുന്ന സമയത്ത്. ഐ തിങ്ക് കംഫർട്ടബിൾ അല്ലേ കുറച്ചും കൂടെ റംലത്തയുടെ പാട്ട്. ബിസ്മില്ലാഹി പാടിയിരുന്നില്ലേ? ആ, അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടോൺ, അതുമല്ല ടോൺ ക്ലാരിറ്റി ഇന്ന് ഭയങ്കരമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എന്താ പറയണ്ടേ, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കാര്യം നിങ്ങളൊക്കെ ഇങ്ങനെ ടോട്ടൽ പെർഫെക്ഷനിലോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊന്നും ഈ പേപ്പറിൽ എഴുതാൻ അവസരം തരാതിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഒന്നും എഴുതിയിട്ടില്ല പർവീൻ, എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അബൂബക്കർ മാഷ്. പർവീൻ ഫാത്തിമ സർ. കൊള്ളാം. നല്ല പാട്ട് എന്ന് പറയണമെങ്കിൽ അതിൽ ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വേണമെന്നറിയോ? ആദ്യം ഒരു രചയിതാവ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ആത്മാവ് കണ്ടെത്തിയിട്ട് വേണം സംഗീത സംവിധായകൻ അതിനൊരു സംഗീതാവിഷ്കരണം, അതിൻ്റെ രാഗം, അതിൻ്റെ ബേസിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ. ഇതും പോരാത്തതുകൊണ്ട് ഒരു അനുഗ്രഹീത ശബ്ദം, ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് പാടുമ്പോഴാണ് ഒരു പാട്ട് ജനിക്കുന്നത്. അത് നല്ല പാട്ടാന്ന് പറയണമെങ്കിൽ നല്ല ആളായിരിക്കണം പാടുന്നത്. പിന്നെ ഇതിലുള്ള വേറൊരു ഭയങ്കര ഒരു വികൃതമുണ്ട് ഈ സംഭവത്തിൽ. പാട്ട് വയലാർ എഴുതിയാലും എവരാഗ മാഷ് സംഗീതം ചെയ്താലും പാട്ട് പാടിയത് ആരാണ്? യേശുദാസിനാണ് പേര്. യേശുദാസ് പാടിയ പാട്ടാന്നേ നമ്മൾ പറയുള്ളൂ. എവരാഗ മാഷ് സംഗീതം ചെയ്താണെന്നോ ഒന്നും പറയില്ല. തുടങ്ങൽ അവിടെ നിന്നാണെങ്കിലും അവസാനം എത്തിപ്പെടുക ഒരു സിംഗറുടെ പേരിലാണ്. ആ പേരിപ്പോൾ മോള് ഇവിടുന്ന് വാങ്ങി. താങ്ക് യു. അസലേ, ഞാനൊന്നും പറയുന്നില്ല കേട്ടാ. കേട്ടോ. താങ്ക് യു സർ. പെർവീൻ ഫാത്തിമയുടെ മാർക്സ് അറിയാൻ പെർവീനിനെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ഇന്ന് എനിക്കുണ്ട്. നമുക്ക് മാർക്സിലേക്ക് പോകാം. ആദ്യം മാർക്ക് ഞാൻ തന്നെ കൊടുക്കാം. ഓക്കെ, ശരി സർ. വിത്ത് യുവർ പെർമിഷൻ. 35.5 മാർക്ക്. ഇനി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു പഴയ പാട്ട് നമ്മളെ സിവിലേജ് ശബനയും ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടും. പാട്ട് കേട്ട് മതിയായില്ല, പക്ഷെ എന്നാ പോലും പർവീൻ ഫാത്തിമയുടെ ബാക്കി മാർക്സ് നമുക്കറിയണ്ടേ? സിവില ചേച്ചി. എൻ്റെ മാക്സിമം മാർക്ക് 28.5.
ഷബ്നത്ത 28.5. പർവീൻ ഫാത്തിമയുടെ ടോട്ടൽ മാർക്സ് 92.5 ഔട്ട് ഓഫ് 100. ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്സ് ആണ്. പർവീൻ ഇത് ഇതുപോലെ തന്നെ കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് ഫൈനൽ വരെ എത്തണം. കുറച്ച് ചിരിക്കുകയും കൂടെ വേണം കേട്ടോ. ചിരി. ഓൾ ദി ബെസ്റ്റ്. അബൂബക്കർ മാഷാണ് ഇന്ന് ഇവിടെ മൊഞ്ചുള്ള പാട്ട് പാടിയ ആളെ സെലക്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. മാഷേ, ആരാണ് പാടിയത് ഇന്നത്തെ മൊഞ്ചുള്ള പാട്ട്? ആര് പാടിയും പെട്ടെന്ന് പറയാൻ വയ്യ, ആരെയും തോൽപ്പിക്കാനും വയ്യ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ എപ്പിസോഡ് പോയിട്ടുള്ളത്. നല്ല ഇൻഡിവിജ്വാലിറ്റിയുള്ള സിംഗേഴ്സാണ് ഈ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാലിപ്പോൾ ശിവരാജ് നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുത്തല്ലേ പറ്റൂ. അത് ചെയ്യണം അല്ലേ? അതെ അതെ. ഈ എപ്പിസോഡിലെ മുഞ്ചുള്ള പാട്ട് പാടിയത് നമ്മുടെ പർവീൻ ഫാത്തിമ. പർവീൻ ഫാത്തിമയ്ക്കായിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട, മാർക്കറ്റ് റോഡ്, എറണാകുളം.